നമസ്കാരം. ഇന്ന് നമുക്ക് സൂപ്പർ കേക്ക് റെഡിയാക്കാം. 10 മിനിറ്റ് കൊണ്ട് മാവ് റെഡിയാക്കി വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് കേക്കാവും. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു ബൗൾ ശർക്കരയും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുത്ത് ഇനി തണുക്കണം. ഒരു വലിയ ബൗളിൽ ഒരു ബൗൾ റവ, 3/4 ബൗൾ വരെ മൈദയും, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും ചേർത്ത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ വരെ പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ചുകൂടി പാൽ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു സ്റ്റീൽ പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തുനിന്ന് പുരട്ടി കൊടുത്ത് മിക്സ് ചെയ്ത കൂട്ടൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മേലെ ഇട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക, എയർ പോകാൻ വേണ്ടി. ഇനി കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് വെച്ച് അതിലേക്ക് വെച്ച് കൊടുത്ത് ഇനി അടപ്പ് വെച്ച് 10 മിനിറ്റ് മതി. കേക്ക് റെഡിയാവും. 10 മിനിറ്റായി. അടപ്പ് തുറന്ന് ഒരു സ്റ്റിക്കും കൊണ്ട് കുത്തി നോക്കാം. ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് റെഡി ആയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്പോഞ്ച് കേക്കാണ്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകി വന്ന് നല്ല സൂപ്പർ കേക്ക് ഇനി കട്ട് ചെയ്യാം. ഒരു 4 മണി പലഹാരം ആയിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.